വെൽക്കം ടു റനാസ് വ്ലോഗ്. റമദാൻ മാസത്തിലെ സ്നാക്സ് എന്ന് പറയുന്നത് പലർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ അതിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ബനാന സ്വീറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റമദാനിൽ നമ്മുടെ കുട്ടികൾക്ക് അന്ന് മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ചെയ്യാൻ പറ്റിയ ഒരു പണ്ട് കാലത്തെ എൻ്റെ ഉമ്മ എനിക്ക് തന്നിരുന്ന ഒരു സ്നാക്സ് എന്ന് പറയാൻ പറ്റും എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയും. ഒരു നേന്ത്രപ്പഴം 3 കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കുക. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ എടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 1/8 സ്പൂൺ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയം നമ്മുടെ ബനാന ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. നല്ല പഴുത്ത പഴമല്ല, ഒരു മീഡിയം പഴുപ്പിലുള്ള നേന്ത്രപ്പഴമാണ് നമുക്ക് വേണ്ടത്. ഇതൊരു വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി പൊരിച്ചെടുക്കുന്ന മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/8 സ്പൂൺ സോഡപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് ടൈറ്റായ രീതിയിൽ മാവിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സാൾട്ടും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കേണ്ടത്. ഇനി എല്ലാ നേന്ത്രപ്പഴത്തിൻ്റെയും ഉള്ളിലുള്ള നാര് ഭാഗം കളഞ്ഞു കൊടുക്കുക. ഇത് ബോൾ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് നാര് ഭാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാകും. ശേഷം ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇല്ല കൈകൊണ്ടാണ് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. മറ്റൊരു പാത്രത്തിലേക്ക് 10 ഈത്തപ്പഴം കുരു കളഞ്ഞത് എടുക്കുക. ഈത്തപ്പഴം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വേണം ഇതിന് വേണ്ടി എടുക്കാൻ. തൊലി കളഞ്ഞ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം എടുക്കുന്നതെങ്കിൽ നമുക്ക് ബോളാക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും, കഴിക്കാനും ടേസ്റ്റ് കുറവായിരിക്കും. ഇതിലേക്ക് വറുത്ത് വെച്ച കോക്കനട്ടും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുന്ന സമയത്ത് കോക്കനട്ടും ഈത്തപ്പഴം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം, എങ്കിൽ രണ്ടിൻ്റെ ടേസ്റ്റും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിനെ ബോളാക്കി എടുക്കുക. ഞാനിവിടെ ഈ ഒരു അളവ് വെച്ചിട്ട് 6 ബോൾ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ബോൾ ചെറുതാക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാതെ കൊടുക്കാനും അതുപോലെ ഗസ്റ്റുകളൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. ഇനി ഒരു ബൗളിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക. ഇത് കൈയിൻ്റെ ഉള്ളിനടിയിൽ കുറച്ച് പുരട്ടിയ ശേഷം ബനാന എടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇതിന് ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈത്തപ്പഴം കോക്കനട്ട് ബോൾ വെച്ച് കൊടുത്ത് എല്ലായിടത്തേക്കും ബനാന സ്മാഷ് ചെയ്തതിനെ കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ഡേറ്റ്സ് ബോളും ബനാനയെ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാത്തിനും എണ്ണ പുരട്ടാൻ മറക്കരുത്. ഈ ഒരു ബനാനയെ വെച്ച് തന്നെ ഈ ഒരു 6 ഡേറ്റ്സ് ബോളും നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും, ഒട്ടും ബാക്കിയില്ലാതെ തന്നെ. ഇനി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിനെ മാവിലേക്ക് മുക്കിയെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടെ കുഴിയുള്ള പാനാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. താഴ്ഭാഗം ചെറിയ രീതിയിൽ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇത് കുക്കായി കിട്ടി ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ മറു സൈഡിലും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കുക്കായി കഴിഞ്ഞു. കുക്കായ ശേഷം ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ഇനി ഒരു സെർവിങ് ട്രേയിലേക്ക് ഇതിനെ മാറ്റി മുകളിൽ ഹണി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഹണിയെ ഡിപ്പ് ചെയ്തിട്ടോ ഇത് കഴിക്കാവുന്നതാണ്. നമ്മുടെ വായിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇത് കഴിക്കുമ്പോൾ തോന്നുക, ഹണിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഈ ഒരു ഐറ്റം. സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് ഒരു ഹെൽത്തി സ്നാക്സും കൂടിയാണിത്. ഇനി നമുക്ക് ഉമ്മയുടെ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ബനാന വാട്ടിയെടുത്തത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ ബനാന എടുക്കുക. ഒരു ബനാനയിലേക്ക് 1.5 ബ്രെഡ് അത് ഇതുപോലെ സ്ലൈസ് ആക്കി എടുക്കുക.
ശേഷം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ബനാന ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നട്ട്സ്, ഈ നട്ട്സ് ഏതുമാകാം, ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. താഴ്ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. ശേഷം സ്ലൈസുകളാക്കിയ ബ്രെഡിനെ ഇട്ട് കൊടുത്ത ശേഷം 1/2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം താഴ്ഭാഗം ഒരു കരിഞ്ഞ ടൈപ്പിലായി കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് 1 ടേബിൾ സ്പൂൺ ഷുഗർ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഷുഗറോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഇളക്കാതെ തന്നെ തീ ഓഫാക്കി കഴിഞ്ഞാൽ പഴം വാട്ടിയത് ഇവിടെ റെഡിയായി. ഇതിൻ്റെ പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രെഡ് നല്ല ക്രിസ്പായിരിക്കും, പഴം ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒന്നും കൂടെ പഴുത്ത പഴം എടുത്താൽ ഇതിലേറെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.